നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട് പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റ് സ്ഥാനാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം തീരുമാനം എടുത്തു കഴിഞ്ഞിരിക്കുകയാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നിലമ്പൂർ നിയോജക മണ്ഡലത്തിൽ CPIM മത്സരിക്കണമെന്നാണ് തീരുമാനിച്ചിട്ടുള്ളത്. ആ തീരുമാനം അടിസ്ഥാനപ്പെടുത്തി നിലമ്പൂർ നിയോജക മണ്ഡലം വളരെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ പ്രാധാന്യമുള്ള ഒരു മണ്ഡലം കൂടിയാണ്. തൊഴിലാളി വർഗത്തിന്റെ മുന്നണി പോരാളിയായി പ്രവർത്തിച്ച് തോട്ടം തൊഴിലാളികളെയും പാവപ്പെട്ട മനുഷ്യരെയും സംഘടിപ്പിച്ച് പാർട്ടിയും പ്രസ്ഥാനവും സജീവമായി മുന്നോട്ടേക്ക് വന്ന ഒരു ഭൂതകാല ചരിത്രവും വർത്തമാന അന്തരീക്ഷവും നിലമ്പൂരിന് പ്രത്യേകതയായിട്ട് ഉണ്ട്. സഖാവ് കുഞ്ഞാലിയെപ്പോലെ പാർട്ടിയുടെ ഏറ്റവും പ്രമുഖനായ നേതാവും MLAയും ദാരുണമായ കൊലപാതകത്തിന് ഇരയാവേണ്ടി വന്ന ഒരു പ്രദേശം കൂടിയാണ് നിലമ്പൂർ. ആ നിലമ്പൂർ നിയോജകമണ്ഡലം വർത്തമാന പരിസ്ഥിതിയിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് നല്ല മുൻകൈയുള്ള ഒരു മണ്ഡലമായിട്ട് നിൽക്കുകയാണ്. അവിടെ CPIM-ന്റെയും CPIM പിന്തുണക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥികളുമെല്ലാം ജയിക്കുകയും ചിലപ്പോഴൊക്കെ തോൽക്കുകയും ചെയ്ത ഒരു മണ്ഡലം കൂടിയാണ് നിലമ്പൂർ മണ്ഡലം. ആ നിലമ്പൂർ മണ്ഡലത്തിൽ ഇപ്രാവശ്യം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സീറ്റിൽ സ്വതന്ത്രനായി രണ്ടാമത് മത്സരിച്ച അൻവർ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ ഒറ്റ നൽകി UDF-ന്റെ ഒപ്പം പോയ ചിത്രം കഴിഞ്ഞ കുറച്ചു മാസക്കാലം കേരളത്തിലെ ജനങ്ങൾ മുഴുവൻ കണ്ടതാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ വഞ്ചിച്ച് യുവദാസിനെ പോലെ ഒറ്റുകൊടുത്ത് UDF-ന്റെ ഭാഗമായി പ്രവർത്തിച്ച അൻവറിന് ഉണ്ടായ ദയനീയമായ സാഹചര്യമാണ് കഴിഞ്ഞ ഏതാനും ദിവസങ്ങളിലായി കേരളീയരായ ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആ ഒരു ദയനീയമായ ചിത്രമാണ്. കാല് പിടിക്കുമ്പോൾ മുഖത്ത് ചളിവായി എറിയുകയാണ് എന്ന ആരോപണമാണ് UDF-നെ പറ്റി, അതിൻ്റെ പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ളവരെ പറ്റി എനിക്കെതിരായിട്ട് ഗൂഢാലോചന വരെ നടക്കുന്നു എന്നുൾപ്പെടെ പറഞ്ഞു വെക്കുകയും അവരുടെ പാർട്ടി സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തുകയും രാവിലത്തെ പത്രസമ്മേളനം മാറ്റിവെച്ച് വീണ്ടും പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുകയും ചെയ്യുന്ന അൻവറിന്റെ ദയനീയമായൊരു ചിത്രമാണ് നമ്മളിപ്പോൾ കേരളം കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരു രാഷ്ട്രീയ പോരാട്ടം തന്നെയാണ് ഏത് പാർലമെന്ററി സിസ്റ്റത്തെ അടിസ്ഥാനപ്പെടുത്തിയുള്ള തെരഞ്ഞെടുപ്പായാലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി CPIM കാണുന്നത് അങ്ങനെയാണ്. ഈ രാഷ്ട്രീയ പോരാട്ടത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായി CPIM-ന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗവും മുൻ MLAയും ആ മേഖലയിലെ ഏറ്റവും പ്രമുഖനായ പാർട്ടി നേതാവും കൂടിയായ സഖാവ് M. സ്വരാജ് സ്ഥാനാർത്ഥിയാവണം എന്നാണ് പാർട്ടി സെക്രട്ടേറിയറ്റ് തീരുമാനിച്ചിട്ടുള്ളത്. ഒരു പാർലമെന്റേറിയൻ എന്ന നിലയിലും പൊതുപ്രവർത്തകരെന്ന നിലയിലും
കമ്മ്യൂണിസ്റ്റ് തൊഴിലാളികളുടെ പ്രസ്ഥാനത്തിന്റെ പ്രിയപ്പെട്ട നേതാവെന്ന നിലയിലും ഉയർന്നു വന്ന് ഇന്ന് പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റിന്റെ ഭാഗമായിട്ട് പ്രവർത്തിക്കുന്ന സഖാവ് സ്വരാജ് ഈ രാഷ്ട്രീയ പോരാട്ടത്തിന്റെ മുമ്പിൽ നിർത്തി പോരാട്ടം നയിക്കണം എന്ന് തന്നെയാണ് പാർട്ടി ഉദ്ദേശിക്കുന്നത്. വലിയ മുന്നേറ്റം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് നിലമ്പൂർ നിയോജകമണ്ഡലത്തിൽ ഉണ്ടാക്കാനാവും. വരാൻ പോകുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പും അതിനെ തുടർന്ന് നടക്കാൻ പോകുന്ന 2026 ഏപ്രിൽ മെയ്യിൽ നടക്കുന്ന സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പിലും വലിയ മുന്നേറ്റത്തിലേക്ക് പോകുന്നതിന് നാന്ദി കുറിക്കുന്ന ഏറ്റവും ഉജ്ജ്വലമായ ഒരു രാഷ്ട്രീയ പോരാട്ടമായിരിക്കും നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ ഭാഗമായിട്ട് നടക്കുക എന്ന കാഴ്ചപ്പാടോടുകൂടി തന്നെയാണ് പാർട്ടി സഖാവ് സ്വരാജിനെ സ്ഥാനാർത്ഥിയാക്കാൻ വേണ്ടി നിശ്ചയിച്ചിട്ടുള്ളത്. ഇതാണ് പറയാനുള്ളത്. മത്സരത്തിന്റെ ഒരു സീരിയസ്നെസ് ഉൾക്കൊണ്ടാണ് സംസ്ഥാന സെക്രട്ടേറിയറ്റ് മെമ്പർ ഞങ്ങൾ വളരെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ പോരാട്ടമായിട്ട് തന്നെയാണ് കാണുന്നത്. പിന്നെ വഞ്ചനാപരമായ നിലപാട് സ്വീകരിച്ചിട്ടുള്ള അൻവർ ഉൾപ്പെടെയുള്ളവർ എടുത്ത നിലപാട്, അതിനോട് UDF എടുത്ത സമീപനം, ഇതെല്ലാം വെച്ചുകൊണ്ട് ശക്തിയായ രാഷ്ട്രീയ പോരാട്ടം നടത്താൻ ഞങ്ങൾക്ക് അവിടെ സാധിക്കും. നന്നായിട്ട് ജയിക്കാനും കഴിയും. ഇതാണ് നിലമ്പൂർ നിയോജകമണ്ഡലത്തിന്റെ ഒരു സ്ഥിതി. നാട്ടുകാരൻ തന്നെയാണല്ലോ. അവിടെ ചെറുപ്പം മുതലേ പഠിച്ചു വളർന്നതും പ്രവർത്തിച്ചു വന്നതും ഒക്കെ അദ്ദേഹത്തിന്റെ തന്നെ സ്വന്തം നിയോജകമണ്ഡലം ആണ് ഈ നിലമ്പൂർ. അത് കോൺഗ്രസുകാർക്ക് എന്തും പറയാറോ? അവർ പറയുന്ന കാര്യങ്ങളൊന്നും ഞങ്ങൾ മുഖവിലക്കെടുക്കാറില്ല. ഞങ്ങൾ ഇത് സംബന്ധിച്ച് വളരെ കൃത്യതയോടുകൂടിയാണ് ആദ്യം മുതലേ നിലപാട് സ്വീകരിച്ച് മുമ്പോട്ടേക്ക് പോകുന്നത്. അപ്പോൾ പാർട്ടി സ്ഥാനാർത്ഥി മത്സരിക്കുക, അതും ഏറ്റവും പ്രമുഖനായ ഒരു സ്ഥാനാർത്ഥി മത്സരിക്കുക എന്നുള്ളതാണ് ഞങ്ങൾ തീരുമാനിച്ചത്. ആ തർക്കമൊന്നുമല്ല ഞങ്ങൾ കാണുന്നത്. അത് തർക്കം നിങ്ങൾ കാണുന്ന തർക്കമല്ലേ. അതിന്റെ അപ്പുറത്ത് എത്ര തർക്കങ്ങളാണ് ആ നിലമ്പൂർ നിയോജകമണ്ഡലത്തിന്റെ ഉള്ളിലുള്ളത്. അതൊക്കെ ഞങ്ങൾ നന്നായിട്ട് കാണുന്നുണ്ട്. എല്ലാ തർക്കങ്ങളും പ്രശ്നങ്ങളും ഞങ്ങൾ നന്നായിട്ട് മനസ്സിലാക്കിയിട്ട് തന്നെയാണ് സംഘടന എന്ന രീതിയിൽ ഞങ്ങൾ പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് എല്ലാം ഇപ്പോൾ ഇവിടെ നിങ്ങൾ ചോദിച്ചിട്ടുമില്ല, ഞാനൊട്ട് പറയാനും ഉദ്ദേശിക്കുന്നില്ല. അത് റോഡ് ഷോ ഒന്നും സ്ഥാനാർത്ഥി പറയുന്നില്ല. അങ്ങനെ ചെല്ലാതെ അവിടെ ഇപ്പം വേറെ ആരെങ്കിലും ഒക്കെ ആണെങ്കിൽ ശരി. ഇപ്പോൾ സ്വരാജിനെ അവിടെ പരിചയപ്പെടുത്തേണ്ട കാര്യമൊന്നുമില്ലല്ലോ. വോട്ടർമാരോടോ ജനങ്ങളോടോ ഇതാണ് സ്വരാജ് എന്ന് പറയുന്ന യാതൊരു കാര്യമില്ല. സ്വരാജ് പൂർണ്ണമായിട്ടും നല്ല രീതിയിൽ അവിടെ പരിചിതനാണ്. അത് പാർട്ടിയിലെ തീരുമാനിക്കുക. അവരൊരാളെ സമ്മതം നോക്കിയില്ല തീരുമാനിക്കുന്നത്. പാർട്ടിയാണ് തീരുമാനിക്കുന്നതെല്ലാം. നിങ്ങൾക്ക് ഞാൻ മനസ്സിലാവായിട്ടാണ്. അതുകൊണ്ട് ഞങ്ങളുടെ പാർട്ടി സംവിധാനത്തിന്റെ ഭാഗമായിട്ട് പാർട്ടിയാണ് തീരുമാനിക്കുക ആരാണ് മത്സരിക്കേണ്ടത് എന്ന്. ഒരു വിലയിരുത്തലുമില്ല. അൻവർ എന്ന് പറയുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ ഒറ്റുകൊടുത്ത യൂദാസിന്റെ സ്ഥാനത്താണ് വെച്ചിട്ടുള്ളത്. അൻവറിന് അവിടെ വേറെ എന്തെങ്കിലും രീതിയിൽ ഞങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ഒരു പ്രശ്നം ഞങ്ങളില്ല. അതിൽ UDFുമായിട്ട് ബന്ധപ്പെട്ടാണ് പ്രശ്നങ്ങൾ മുഴുവൻ കൈകാര്യം ചെയ്യുന്നതും പറയുന്നതും പത്രത്തിൽ പറയുന്നതും ഒക്കെ. ഞങ്ങളെ അല്ലല്ലോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ VD സതീശൻ ഉൾപ്പെടെയുള്ളവർക്കെതിരായിട്ടല്ലേ അൻവർ തിരിഞ്ഞിട്ടുള്ളത്.